ഹലോ. ആ ഇനി ഞങ്ങളെയൊക്കെ മറന്നാടി. എത്ര ദിവസമായി ഇങ്ങോട്ട് വരുമെന്നും പറഞ്ഞ് ഞങ്ങൾ കാത്തിരുന്നിട്ട്. ഹലോ. കേൾക്കണുണ്ടായിപ്പാ. ആ എത്ര ദിവസമായിട്ട് നീ ഇങ്ങോട്ട് വന്നിട്ടൊക്കെ ഞങ്ങളെയൊക്കെ മറന്നുപോയാ? ഞാൻ വിചാരിച്ച് നീ വരുമെന്ന് ഓർത്ത് ഞാൻ നോക്കി നിന്ന്. എപ്പോഴും ഇടയ്ക്കൊക്കെ ഒരു 2-3 മാസം കൂടുമ്പോൾ വന്നതാണല്ലേ. ഇപ്പം എത്ര മാസമായി വല്ല ഓർമ്മയുണ്ടാ? ഞങ്ങളെയൊക്കെ മറന്നുപോയാ നീ? മറന്നൊക്കെ പോകുമല്ലേലും നിൻ്റെ കാര്യമല്ലേ ഇപ്പം നിനക്ക് വലുത്. ആമ്മേ, ഞാൻ വിളിച്ചതേ വേറൊന്നുമല്ല. ഞാൻ വിളിക്കാനിരിക്കണായിരുന്നു കേട്ടോ അമ്മേ. എന്താണെന്നറിയാമോ, ഞങ്ങളിപ്പോൾ പുതിയ ബിസിനസ് തുടങ്ങിയിട്ടില്ലേ അമ്മേ. തിരക്കാണ്, ഭയങ്കര തിരക്കാണ്. അതുമല്ല ചേട്ടനാണെങ്കിലും ഊണുമില്ല ഉറക്കമില്ല, പൈസയുടെ പുറകെയാണമ്മേ. പൈസ കുറച്ച് കിട്ടാൻ വശമുണ്ടായിരുന്നെങ്കിലെന്ന് ആലോചിച്ചപ്പോഴാണ് ഞാൻ അമ്മേനെ ഓർത്തത്. ഞാനേ വേറൊന്നും കൊണ്ടല്ല അമ്മേ, കുറച്ച് പൈസ തന്ന് സഹായിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അതും വേണ്ട, അമ്മയുടെ കഴുത്തിൽ കിടക്കണ മാലയില്ലേ, അതൊന്ന് പണയം വെക്കാൻ തന്നാൽ മതിയായിരുന്നു. അതാവുമ്പോൾ കുഴപ്പമില്ല, ഒരാഴ്ച കൊണ്ട് വേഗം ഒഴിപ്പിച്ച് തരാമേ. എന്താണ് നീ പറയണത്? കേൾക്കാൻ പറ്റണില്ലടി. ഒന്നാമത്തെ റേഞ്ചിന്റെ പ്രശ്നമാണ്. ഇല്ല, ഒന്നും കേൾക്കണില്ല. ഇല്ല കേൾക്കണില്ല. നീ വെച്ചോ, ഒന്നും കേൾക്കണില്ല ഞാൻ. പിന്നെ ആകെയുള്ളൊരു നൂലാണ് ഇപ്പൊ. ഇനി അവൾക്ക് അതും കൂടി ആവശ്യമായിട്ട് വന്നേക്കണ്. ഇവക്ക് എന്നാണ് പൈസക്ക് എപ്പോഴും ബുദ്ധിമുട്ട് തന്നെയാണ്. എന്നാണ് ഇതൊക്കെ ഇനി മാറണേന്ന് ദൈവത്തിനറിയാം. അതുമല്ല, നക്കിപ്പട്ടിയുടെ കിറിനക്കണ സ്വഭാവക്കാരത്തിയാണ് എൻ്റെ മോളെന്ന് എനിക്ക് അന്ന് തുടങ്ങി മനസ്സിലായി. കഴിഞ്ഞ പ്രാവശ്യം അവളൊരു മാല കൊണ്ടുപോയിട്ട് എത്ര നാൾ കഴിഞ്ഞാണ് അവള് തന്നതെന്നറിയാമോ? ഇപ്പൊ ചോദിക്കണേന്ന് കൊടുക്കും ഞാൻ വേഗം.